ഗുഡ് മോർണിംഗ്. ഇപ്പം 4:30 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വയനാട് പോകാം കേട്ടോ. ബൈക്ക് ബൈ റോഡല്ലാതെ പോകാൻ പറ്റാന്നൊക്കെ എനിക്കറിയാം. അങ്ങനെയല്ല, ബൈക്ക്. നമ്മൾ ആദ്യമായിട്ടാണ് ട്രയംഫിൽ ഇത്രയും ദൂരം പോകാൻ പോകണത്. വണ്ടി എടുത്തതിന് ശേഷം ഫസ്റ്റത്തെ ട്രിപ്പ് അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ അപ്പോൾ നമ്മൾ 3 പേര് സെറ്റായി. ഹായ് പറയും പിന്നെ. ഹായ് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. അപ്പോൾ we are starting our journey. Let's go. എല്ലാം സെറ്റാണല്ലോ, പിടിച്ചൊക്കെ ഇരിക്കുകയാണല്ലോ എന്നാണ് കേട്ടോ ഏട്ടൻ ചോദിച്ചത് എൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാവിലെ ഒരു 4:45 4:30 ആയപ്പോഴാണ് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അച്ഛനും അമ്മേനൊക്കെ രാവിലെ തന്നെ മെസ്സേജൊക്കെ അയച്ചു. അച്ഛനും മെസ്സേജ് അയച്ചു ഞങ്ങൾ വരാം കേട്ടോ എന്ന് പറഞ്ഞ്. അച്ഛയോടും അമ്മയോടും പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ അയച്ചു. അങ്ങനെ ഇറങ്ങി. സെറ്റപ്പായിരുന്നു എന്തായാലും റോഡ് ട്രിപ്പ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ബൈക്കിൽ പോകുന്നത്, ആദ്യമായിട്ട് ഫസ്റ്റ്. പക്ഷെ അതിൻ്റെ പ്രശ്നമൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ നേരം പരപരാ വെളുത്തു. എൻ്റെ ഞാൻ ഹെൽമെറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിച്ചു. നമ്മൾ പോവാണേ. പിന്നെ ബാക്ക് ടു ട്രാക്ക്. നേരം വെളുത്തു. ഇത്ര നേരം വെളുത്തില്ലായിരുന്നു. വീഡിയോയിൽ കുറച്ചും കൂടെ നേരം വെളുത്തതുപോലെ ഉണ്ട്. ഞാൻ പറയണത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കാല് മരച്ചു പോയി, എൻ്റെ മരച്ചിരിക്കുന്ന കാല്. ഒന്ന് അതൊക്കെ മാറ്റാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. ഇവിടെ തക്കാളി കണ്ടോ നല്ല പഴുത്ത് കിടക്കുന്നുണ്ട്. പറിച്ചാൽ ചിലപ്പോൾ ഇവിടെ ഉള്ളൊരു തല്ലും. ഓ ടൊമാറ്റോ. ഒരാള് വണ്ടി എടുക്കും. ഇവിടെ ഒരാൾക്ക് പൊന്നോ ഹായ് പറ. പോവാം നമുക്ക് അച്ഛമാമൻ്റെ അടുത്ത്. പോവാം. സൺ കിസ്ഡ്. ഭയങ്കര വെയിലല്ല, രാവിലത്തെ കണ്ടോ ഇളം. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴൊരു കാര്യം മനസ്സിലായത്. എൻ്റെ തല ഏതാണ്ട് ചട്ടി കമ്പി വെച്ചോണ്ടിണ്ടല്ലേ. അത് ഹെൽമെറ്റ് വെക്കുകയും ചെയ്ത് പോരാത്തതിന് തല നിറച്ച എണ്ണയും. ഈ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തലയിൽ എണ്ണ തേച്ചു. കാരണം ഇല്ല എൻ്റെ മുഖത്ത് മുടി ചാടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് കാര്യമുണ്ട്, ഞാൻ ആ ഹെൽമെറ്റ് വെച്ചിട്ട് കുറച്ച് ബേസാണ് ഹെൽമെറ്റ്. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് ഹെൽമെറ്റ് എൻ്റെ ഫ്രണ്ടോട്ട് വരരുത്. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശരിയാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം എൻ്റെ മുടി ഇങ്ങനെ മുഖത്തേക്ക് വരരുത്. അതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് തലേതാണ്ട് മറ്റേ ചട്ടി വണ്ടി പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇതുണ്ടല്ലോ, അപ്പുറ സൈഡ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു സൈഡിൽ ഫുള്ള് പാടും, അപ്പുറ സൈഡിൽ ഫുള്ള് താമര. പിന്നെ നമ്മൾ പോയത് കുറേ ഉൾഗ്രാമത്തിൻ്റെ അകത്ത് കൂടെയാണ് കേട്ടോ. ഇപ്പം ഇതാണ് 2 സൈഡിലും എന്താ പറയുക, കൃഷിപ്പാടങ്ങളാണ്. അപ്പോൾ നടാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടില്ലായിരുന്നു. എനിക്കിത് 3ാമത്തെ പ്രാവശ്യം മിസ്സാവാൻ പാടില്ലതാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത്. ഇങ്ങനെ ഏട്ടൻ പറയുമായിരുന്നു, എന്താ ഇത് നട്ട്, അതായത് നമ്മളൊരു ഓണത്തിൻ്റെ ആ ഒരു സീസൺ ആകുമ്പോഴാണ് നമ്മളിങ്ങനെ റോക്കപ്പായിട്ട് പോവുമായിരുന്നു. 2 സൈഡിൽ നിറച്ച് പൂക്കളായിരുന്നു ഇരിക്കാൻ വേണ്ടി. അപ്പം നടണ സമയം കിളിർത്ത് വരുന്ന സമയമായിട്ടേ ഉള്ളൂ. ചിലയിടത്ത് നടുന്നേ ഉള്ളൂ, ചിലയിടത്ത് കിളിർത്ത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാനുള്ളത് കണ്ടോ. എല്ലാം ഇങ്ങനെ കുട്ടിയായിട്ട് നിൽക്കാം. അപ്പം നമുക്ക് അറിയില്ല എന്തൊക്കെയാണെന്ന്. പിന്നെ കുറേ സ്ഥലത്ത് തക്കാളി കണ്ടു, കോളിഫ്ലവർ കണ്ടു, പിന്നെ എന്താ മുളക് കൃഷി കണ്ടു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. ഇത് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ ഏട്ടൻ പറയുമായിരുന്നു, നമ്മൾ ആ സമയത്തായിരുന്നു വന്നിരുന്നെങ്കിൽ ഫുള്ള് പൂക്കളോ ഒക്കെ കാണാൻ പറ്റുമായിരുന്നു എന്ന്. ഈ ട്രിപ്പ് അന്നേരമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ
അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഞാനത് മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആയിരുന്നിരിക്കും അല്ലേ. I love you. എങ്ങോട്ടാ പോണേ? I love you. എങ്ങോട്ടാ പോണേ? സൺഫ്ലവർ സൂര്യകാന്തിയുടെ തോട്ടം. അപ്പോൾ 10 രൂപ കൊടുക്കണം. 10 രൂപയാണ് 20 രൂപയാണോ എന്നറിയില്ല. കൊടുക്കണമായിരുന്നു. അങ്ങനെ കൊടുത്തു. ഞങ്ങൾ കയറി കണ്ടു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തു. പക്ഷേ ആ വീഡിയോ എൻ്റെ കയ്യിലില്ല. ഫോട്ടോ മാത്രമേ ഉള്ളൂ. വീഡിയോ പെൻഡ്രൈവിലായിപ്പോയി. അത് വയനാട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അകത്ത് കയറി കേട്ടോ. മുത്തങ്ങ കയറി. കണ്ടോ മാനിനെ കണ്ടോ? മാന്. പിന്നെ കുറേ നേരം കാട് തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു എന്താ പറയുക, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് ഒരു വണ്ടിയുടെ ബാക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. വല്ല ആനയൊക്കെ ഉണ്ടെങ്കിലോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാണൂല, എന്നാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആനേനോ. ഈ കുരുപ്പ് എന്നെ പറ്റിച്ച് പണി തന്ന കൈസ് ഇതുണ്ടോ. ഇപ്പം ഞാൻ മുള്ളി പോലെയായി. ഇവൻ എനിക്ക് വൊമിറ്റ് ചെയ്ത് തന്നു കണ്ടോ. ഒക്കെപ്പാട് എൻ്റെ പാൻ്റെ കൂടെയൊക്കെ ആയി. ഞങ്ങളൊരു അവിൽ മിൽക്കൊക്കെ കുടിക്കാൻ വിചാരിച്ചിട്ട് വന്നേ. എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കുരുപ്പ് ഒറ്റൊരുത്തം കാരണം ഞാനിപ്പോൾ മുള്ളി അവസ്ഥയിൽ ഇങ്ങനെ. ഇവിടെ എല്ലാവരും എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കണം. ഈ പെങ്കൊച്ചെന്താ ഇങ്ങനെയെന്ന്. എനിക്ക് സങ്കടമൊന്നുമില്ല, പിന്നെ ഒരു വിഷമം അത്രേ ഉള്ളൂ. ചോദിച്ചത് ഇല്ല. ഞാനെന്തെന്നാ പറഞ്ഞത്, നെസ് കഫേ, ക്ലാസിക് നെസ് കഫേയോ അങ്ങനെ എന്തോ ഒരു സാധനമാണിത്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഏട്ടൻ ചോദിച്ചു ഇതിൻ്റെ ടേസ്റ്റ് അറിയാമോ. ഞാൻ പറഞ്ഞു ഞാനങ്ങ് കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. ഏട്ടൻ വേറെ എന്തോ പറഞ്ഞു. അടിപൊളിയാണ്. എൻ്റെ മറ്റേ കോഫി പൗഡറിൻ്റെ ടേസ്റ്റ് ഉണ്ട്. കഴിച്ചിട്ടോ ഭാരതിൽ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. അവർ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ കാണായ വണ്ടികളുടെ ഇടയിൽ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ഫുള്ള് വണ്ടിയാണ്. അത് എവിടെയോ ഉണ്ട്. നമുക്കൊന്ന് തപ്പി നോക്കാം. വിളിച്ചു നോക്കട്ടെ. കിട്ടിക്കാ അവരെ കണ്ടു കിട്ടാ. അവിടെയുണ്ട്. അതാ കിട്ടിപ്പോയി. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. സുഖല്ലേ? എത്ര നാളായി കണ്ടിട്ട്. കേശു ചോട്ട എടി ചോട്ട. അല്ല നമുക്കിനി എങ്ങനെ ഈ വണ്ടി ഇറക്കാൻ പറ്റുമോ? ഈ വണ്ടി ബാക്കിലും വണ്ടി പൊക്കിയിട്ട് എടുത്തോണ്ട് കുഞ്ഞു ബൈക്കിലാണോ? ഞാൻ എൻ്റെ കൂടെ വരാം. അവൻ്റെ കൂടെ വരാം. അതന്നെ, അവൻ ഒറ്റയ്ക്കല്ലേ. കൊണ്ടുപോയി അവനിരിക്കും. അറിയില്ല. അയ്യോടി, നമുക്ക് വീട്ടിൽ പോവാടി. അപ്പാപ്പു തിന്നാൻ പോവാടി. ഓക്കെ ഓണോടി. അങ്ങനെ വീടെത്തിയല്ലോ ഞങ്ങള്. ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.